പാലക്കാട് പോത്തുണ്ടി KSRTC ബസ് അപകടം നടന്ന മേഖലയിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ അപകടത്തിൽ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജയന്തി എന്ന് പറയുന്ന നെല്ലിയാമ്പതി സ്വദേശിനിയാണ് മരിച്ചിട്ടുള്ളത്. അപകടത്തിൽ 6ഓളം പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റു. അവരെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 42 പേർ പരിക്കേറ്റ് നെന്മാറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഈ വാഹനത്തിലെ കണ്ടക്ടറായിരുന്നു അല്ലേ? അതെ അതെ. എന്താ പേര്? പ്രസന്നകുമാർ. ഉണ്ടായ യഥാർത്ഥ ബ്രേക്ക് ഫെയിലിയർ എവിടെ വെച്ചായിരുന്നു? കുറച്ച് മുകളിലായിട്ട് ബ്രേക്ക് ഫെയിലിയർ വന്ന് ഡ്രൈവർ വിളിച്ചത് വണ്ടിയിൽ ബഹളമായിരുന്നു. ഞാൻ ബാക്കിലായിരുന്നു. ഫ്രണ്ടേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളും ബഹളം വെക്കുന്നുണ്ട്. ഗിയർ ഡൗൺ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, സ്ലോ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് കേൾക്കില്ല. ലേഡീസ് വരെ ബഹളമായിരുന്നു. അതിനകത്ത് ഇതൊക്കെ കഴിഞ്ഞു. മുകളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബ്രേക്ക് നഷ്ടമായി? കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് 200 മീറ്റർ ഏകദേശം അത്ര തന്നെ. പിന്നെ ഇത് കേട്ട ഉടനെ നമുക്ക് ഒന്നും ഇതൊന്നുമില്ല. എങ്ങനെയെങ്കിലും ബസ് നിർത്തണം പറഞ്ഞ ആ ഒരു ഉദ്ദേശമാണ്. എനിക്കും ബാക്കിൽ കൂടി ഒന്നും എത്താൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ തന്നെ ഈ വാതിലിനകത്ത് കമ്പി അതിൽ കൂടി ഇറങ്ങിയിട്ട് ഈ ഡോർ തുറന്ന് മാക്സിമം പേരെയും പുറത്തെടുത്തത്. ഇച്ചതിന് ശേഷം ബാക്കിലുള്ളവരൊക്കെ മാക്സിമം എടുത്ത് പിന്നെ എല്ലാവരും ഇറക്കിയത് ഞാൻ അകത്ത് പോയിട്ട് ലാസ്റ്റ് ആ ഡ്രൈവറിനെ എടുത്തത്. ഇവർക്ക് പരിക്കുണ്ട്, നെറ്റിയിൽ പരിക്കുണ്ട്. മൂപ്പർക്ക് നടക്കാൻ പറ്റും, അത്ര തന്നെ ബോധമുണ്ട് മൂപ്പർക്ക്. അയാളുടെ പേര് വിജയൻ. ഇവിടുത്തെ സ്വദേശം ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്തു നിന്നാണ് വരിക. എത്ര മണിക്കാണ് നെല്ലിയാമ്പതി ബസ് 8:30 എടുത്ത ബസ്സാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ബ്രേക്ക്? ഞങ്ങൾ ഇത്രയും ചുരം ഇറങ്ങി വന്നതല്ലേ. ഈ താഴ്ചയിലേക്ക് ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ട്? അതെ. ഒരുപാട് പേരുണ്ടായിരുന്നു ബസ്സിൽ. ഈ പ്രിയദർശനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു? ഇല്ല പകുതി സ്ത്രീകളുണ്ട്. 72 യാത്രക്കാരുണ്ടായിരുന്നു മൊത്തം. നിങ്ങളാണ് ആദ്യം ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്? ഞാൻ തന്നെയാണ് ഇതിന് കൂടി ഫസ്റ്റ് ഇറക്കി ഡോർ തുറന്ന് ഓരോരാളെ ഇറക്കിയത്. മാക്സിമം പേര് ഇതിൽ കൂടി ഇറങ്ങി, കുറച്ച് പേര് അതിൽ കൂടിയൊക്കെ ഫ്രണ്ടിൽ കൂടിയൊക്കെ ഇറങ്ങി. പിന്നെ ലാസ്റ്റ് ആ ഡ്രൈവറിനെ ഇറക്കിയത്. ആ സ്ത്രീ ജയന്തി പറഞ്ഞ സ്ത്രീ അവിടെ ഏറ്റവും മുമ്പിലാണോ ഇരുന്നില്ല, അവർ സ്റ്റാൻഡിങ്ങിലായിരുന്നു. പുറത്തേക്ക് തെറിച്ചാണോ? അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഞാനിവിടെ എത്തുമ്പോഴേക്ക് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഡ്രൈവർ അവിടെ നിന്ന് നിലവിളിച്ചിരുന്നു ബ്രേക്ക് നഷ്ടമായി എന്നുള്ള കാര്യം? നിലവിളിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഇവിടെ ബസ്സിൽ ബഹളമായി നമുക്ക് മുന്നിലേക്ക് വരാനുള്ള ടെൻഡൻസിയാണ്. പരിഭ്രാന്തിയിൽ എല്ലാവരും എങ്ങനെയെങ്കിലും ഒരു ഇതാകണമല്ലോ, കൊണ്ട് മുന്നിലേക്ക് വരാനുള്ള ഒരു ഇതിലാണ്. അതിനകത്ത് ഇവിടെ ഇറങ്ങി കഴിഞ്ഞു. മരത്തിലിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നൂല്ലേ? അങ്ങനെ ഒന്നും പറയാൻ വയ്യ. ആദ്യ അനുഭവമാണ്. ബസ്സിലെ കണ്ടക്ടറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഈ ചുരം ഇറങ്ങി വരുന്നതിനിടയിൽ ഈ അപകടം നടന്നതിന് ഒരു 200 മീറ്റർ മുമ്പ് വെച്ച് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമായി. പിന്നാലെ ഡ്രൈവർ നിലവിളിച്ചു. ആകെ പരിഭ്രാന്തിയിലായി. യാത്രക്കാരെല്ലാം നിലവിളിക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് ഈ തേക്കിൻ കാട് മേഖലയിലേക്ക് എത്തി ബസ് ഈ സംരക്ഷണ ഭിത്തിയെല്ലാം മറികടന്നുകൊണ്ട് ഈ താഴ്ചയിലേക്ക് ഇറങ്ങുകയായിരുന്നു. നേരെ ഈ സമീപത്തെ ഒരു തേക്കിൻ മരത്തിൽ ഇടിച്ചാണ് ബസ് നിന്നത്. ഈ ബസ്സിന് മുമ്പിൽ ഈ ബസ് ഇടിച്ചു നിന്ന മരത്തിനിടയിലാണ് ജയന്തി എന്ന് പറയുന്ന ഈ 55 വയസ്സുകാരി കുടുങ്ങിപ്പോയത്. അവർ നെല്ലിയാമ്പതി സ്വദേശിനിയാണ്. അവർ ബസ്സിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടക്ടറുടെ വാക്കുകളിൽ മനസ്സിലാവുന്നത്. 72 പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. 35 സ്ത്രീകൾ, 36 പുരുഷന്മാർ, ഒരു കുട്ടി, ഇവരെല്ലാം ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് ബസ് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇവിടെ വെച്ച് അപകടം. പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്നാണ് പിന്നീട് നിയന്ത്രണം നഷ്ടമായതെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ ഇപ്പോൾ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ മൃതദേഹം ഇപ്പോൾ നെന്മാറയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ നെന്മാറയിൽ നിന്ന് ക്രെയിൻ എത്തിച്ച് ഈ ബസ് ഉയർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ വിവരം അറിഞ്ഞ് ആദ്യമെത്തിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നാലെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ ആളുകളെയും എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിവരം. ഏതായാലും ബസ്സിൽ നിൽക്കുകയായിരുന്ന സ്ത്രീയാണ് പുറത്തേക്ക് തെറിച്ച് ഈ ബസ്സിൻ്റെ ഇടിച്ചു നിന്ന മരത്തിന് ഇടയിൽ കുടുങ്ങി അവരുടെ ജീവൻ നഷ്ടമായ സംഭവം ഉണ്ടായത്. ഏതായാലും ഇനി നോക്കുന്നത് ബസ് എത്രയും പെട്ടെന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ക്രെയിൻ നെന്മാറയിൽ നിന്ന് എത്തിച്ച് ബസ് പുറത്തേക്ക് എത്തിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.